അതുകൊണ്ട് ന്യൂ ജനറേഷൻ പാരൻ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. നമ്മൾ പാരൻറ്റിങ് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാമല്ലോ, രക്ഷാകർതൃത്വം. ഒരു രക്ഷിതാവാകാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ ആ ദൗത്യം നിർവഹിക്കാനാണ് നമുക്ക് വലിയ പെടാപ്പാട് പെടുന്നത് നമ്മൾ ഓരോരുത്തരും, അല്ലേ? അതെന്തുകൊണ്ടാ? ഞാൻ എൻ്റെ കുട്ടിക്ക് റോൾ മോഡലാകാൻ ആഗ്രഹിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയുടെ റോൾ മോഡലാണ് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? കൈപോക്കോ ദയവ് ചെയ്തിട്ട്. അതോ എൻ്റെ കുട്ടി എന്നെപ്പോലെ ആവണം എന്ന് നെഞ്ഞത്ത് കൈവച്ച് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. വെറുതെ അല്ല ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസറും തരണേ. നമ്മൾ ബെഞ്ചമിൻ ബെസ്റ്റ് പറഞ്ഞ വലിയൊരു ചിത്രകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ഒരു വലിയ ചിത്രകാരനാക്കിയെന്നാണ്. അദ്ദേഹം എഴുതാൻ അവിടെ ഒരു കാരണം പറയുന്നുണ്ട്. അദ്ദേഹം ഇത്ര ലോക പ്രശസ്തമായ ഒരു കാരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ചെറിയൊരു വീടായിരുന്നു. അമ്മ ഓരോ ദിവസവും ജോലിയെടുത്ത് കഷ്ടിച്ച് പണമുണ്ടാക്കി വളരെ ചെറിയ കുടുംബം. അങ്ങനെ ഒരു ദിവസം വീടൊക്കെ നന്നായിട്ട് പെയിൻ്റ് അടിച്ചു. സ്വാഭാവികമായിട്ടും പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് പെയിൻറ്റ് പണിക്കാരെന്ത് ചെയ്യും? ഏതെങ്കിലും സൈഡിലേക്ക് വെച്ചിട്ട് അവർ പോകില്ലേ? അങ്ങനെ അന്നത്തെ ദിവസം പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത്, വീട് പുതുതായിട്ട് പെയിൻറ്റിങ് പണി കഴിഞ്ഞതാണ്, ആ കഴിഞ്ഞ് പോകുന്ന സമയത്ത് പണിക്കാർ ബാലൻസ് ഉള്ള പെയിൻറ്റുകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മ അന്നത്തെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ഈ ബെഞ്ചമിൻ എന്ന കുട്ടിയെ ഏൽപ്പിച്ചിട്ട് മോളെ നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ പോവാം. സാധനം വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് അമ്മ കാണുന്നത് നല്ല പുതിയ പെയിൻ്റ് അടിച്ച ഭാഗത്തൊക്കെ മകൻ നന്നായിട്ട് മകൻ്റെ കലാവ് ഇത് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങളെ അവസ്ഥ, നിങ്ങളെ വീട് പുതുതായിട്ട് പെയിൻ്റ് അടിച്ചതാണ്. പെയിൻ്റ് അടിച്ച് അന്ന് വൈകുന്നത് തന്നെ നിങ്ങളുടെ കുട്ടി ഒരു പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ ക്രയോൺ കൊണ്ട് വരച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ആ അമ്മക്ക് ഭയങ്കര സങ്കടം വന്ന്, ദേഷ്യം വന്നു. പക്ഷെ അമ്മ എന്ത് ചെയ്തില്ല? മകനോട് ഒരിക്കൽ പോലും കാണിച്ചിട്ടില്ല. അതേസമയത്ത് മോളെ വന്ന് എടുത്തതിന് ശേഷം മകൻ വരച്ച ചിത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മോനോട് ചോദിച്ചു, മോനെ ഇതൊക്കെ നീ എവിടുന്നാ പഠിച്ചു വെച്ചു? അപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിലും അമ്മയുടെ ആ ചോദ്യം കേട്ടോ മോൻ്റെ പേടിയൊക്കെ പോയി. എന്നിട്ട് അമ്മയോട് അവൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സ്കൂളിലെ ടീച്ചർ നല്ല ട്രെയിനിങ് വരക്കാൻ തരാറുണ്ട്, ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മകനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ചുംബിക്കുന്നുണ്ട്. ആ ചുംബനമാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തനായ ഒരു ചിത്രകാരനാക്കിയത്. നമ്മളെ കുട്ടികൾ നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, എത്ര പേര് ഇതുപോലൊരു ആത്മകഥ എഴുതുമെന്ന് നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കുക. എൻ്റെ ഉമ്മയുടെ തലോടൽ അല്ലെ എൻ്റെ ഉമ്മയുടെ ചുംബനം എന്നെ വലിയ പ്രശസ്തനാക്കിയെന്ന് നിങ്ങളെ കുട്ടികൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. വെറുതെ ക്ലാസ് കേട്ട് പോയാൽ പോരാ. ആ കാര്യങ്ങൾ വളരെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട്, പ്രസംഗവും വയലും ക്ലാസ്സൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നത്തെ കാലത്ത്, പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പ്രയാസമുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചോദിക്കുക, നമ്മൾ എത്ര മക്കൾ അതുപോലെ ഒരു ആത്മകഥ എഴുതുമ്പം നമ്മുടെ പേര് അതുപോലെ എഴുതുമെന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതേസമയത്ത് മറ്റൊരു ഭാഗത്തുണ്ട് ടോക്സിക് പാരൻറ്റിങ്. അതാ നമ്മൾ ഒരു ചിന്താഗതിയുണ്ട്, എൻ്റെ അമ്മ അല്ലെ എൻ്റെ അച്ഛൻ എന്നെ തല്ലിയാണ് വളർത്തിയത്, അല്ലെ എന്നെ ഇന്ന രീതിയിലാണ് വളർത്തിയത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന്. ഇതാണ് ഭൂരിഭാഗം പാരൻസും പറയുന്ന ഒരു സംസാരം. 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പത്രമാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററികളൊക്കെ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? എന്തായിരുന്നു? പറഞ്ഞോളൂ. തലക്കടിച്ച് കൊല്ലുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്വാദനം. അങ്ങനെ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചു, തൂക്കിക്കൊല്ലാൻ വിധിച്ച സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞ ഒരു ആഗ്രഹമുണ്ട്. എന്താഗ്രഹം? സ്വന്തം അമ്മയെ ഒന്ന് കാണണം. കോടതി നിർദ്ദേശിച്ചു അമ്മയെ കൊണ്ടുവരാൻ പറഞ്ഞു. അമ്മയെ കൊണ്ടുവന്നു.
അമ്മയെ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം വളരെ ഇതിൽ കെട്ടിപ്പിടിച്ചു. അമ്മയെ കണ്ട സമയത്ത് കുറച്ച് കഴിഞ്ഞ് കേട്ടത് അമ്മയുടെ രോദനമായിരുന്നു. ആ സപ്പയാണ് മറ്റുള്ളവരും ശ്രദ്ധിച്ചത്. അമ്മയുടെ ചെവി എന്തായിരുന്നു? കടിച്ചു പറിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കോടതി ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അമ്മയെ കാണണമെന്നല്ലേ? കെട്ടിപ്പിടിക്കുന്നതൊക്കെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടല്ലേ? പിന്നെ എന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കാനുള്ള കാരണം എൻ്റെ അമ്മയാണ്. ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കാനുള്ള കാരണം എൻ്റെ അമ്മയാണ്. എന്താ കാരണം? ഞാൻ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ പോലും എന്നെ ശിക്ഷിച്ച് എന്നെ ഈ രൂപത്തിലാക്കിയത് എൻ്റെ അമ്മയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചൊരു ഇതുണ്ട്, അഡോൾഫ് ഹിറ്റ്ലർ എന്നത്. അദ്ദേഹത്തിനെ ഇത്രയും ലോകപ്രശസ്തനായ ക്രൂരനാക്കി മാറ്റിയത് ആരാ? അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും അദ്ദേഹത്തെ ശിക്ഷിച്ച സമയത്ത് അദ്ദേഹം പകരം വീട്ടിയത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സമുദായമായിട്ടുള്ള ജൂത സമൂഹത്തോടായിരുന്നു അദ്ദേഹം പകരം വീട്ടിയത്. അപ്പം നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, ഇപ്പം ഞാൻ 2 കഥാപാത്രങ്ങൾ പറഞ്ഞു. ഒരു സ്നേഹനിധിയായ അമ്മയെക്കുറിച്ച് പറഞ്ഞു, നേരെ തിരിച്ചും പറഞ്ഞു എന്നല്ലേ. ഇതിന് നമ്മൾ ഏത് ഗണത്തിൽ പെടുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. അതേസമയത്ത് 2 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തേക്ക് ഒരു കൗൺസിലിങ്ങിന് വന്ന് പയ്യോളിയിലൊരു സ്ത്രീ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡിഗ്രി പഠിക്കുന്ന ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കേസ് വേറും നല്ല പ്രേമമായിരുന്നു. അപ്പോൾ കുട്ടിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അമ്മയോട് സംസാരിച്ച സമയത്ത് അമ്മ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകളെ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി, അവർ അച്ഛൻ ഗൾഫിലാണ്, അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്, മകൾക്കൊരു പോരായ്മയും വരുത്തിയിട്ടില്ല. നമ്മൾ പറയുന്ന ഡയലോഗുകളൊക്കെ അത് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ കുട്ടികളെ കുറിച്ച് എന്തൊക്കെ പറയുന്നത്, ഞാൻ എൻ്റെ കുട്ടിക്ക് ഒരു പോരായ്മയും വളർത്തിയിട്ട് ഒന്നും വരുത്തിയിട്ടില്ല, ഇന്ന് വരെ അങ്ങനെ വളർത്തി ഇങ്ങനെ വളർത്തി, അതൊക്കെ ഒരുപാട് നേരം അവർ സംസാരിച്ചു. സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം പുറത്തിരിക്കും, എനിക്ക് മകളോടൊന്ന് സംസാരിക്കണം. ആ മകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുക. ഞാൻ 14 വർഷമായി സ്കൂളിൽ പോകൽ തുടങ്ങിയിട്ട്, അതാ KG 12 വർഷം പോയി 14 വർഷം. ഈ 14 വർഷം ഞാൻ ആരോട് സംസാരിച്ചു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം ആഗ്രഹിക്കുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ എന്ത് എന്ന് എന്തുകൊണ്ട് എൻ്റെ ഉമ്മ ഇത്രയും കാലം ചോദിച്ചില്ല? ഇപ്പം ഞാൻ ഒരാളോട് കുറച്ച് അധികം സംസാരിച്ചപ്പോൾ ഇപ്പം അത് വലിയ കേസാക്കി ഇപ്പോൾ വരാൻ എന്തിനാ കാരണം? എന്താ ആൻസർ നിങ്ങൾക്ക് പറയാനുള്ളത്? ചോദിക്കൂലെന്ന് ഉറപ്പുള്ളവരാരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കി. എൻ്റെ മക്കൾ അങ്ങനെ ചോദിക്കൂല നിങ്ങൾക്ക് ഉറപ്പുണ്ടേ പറഞ്ഞോളൂ. എത്ര പേരുണ്ട്? ഞാൻ എന്നും വൈകുന്നേരം അവനോട് ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അവരോട് ക്ലാസ്സിലെ ടീച്ചർ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ക്ലാസ്സിൽ അവൻ്റെ ആക്ടിവിറ്റീസ് ചോദിക്കാറുണ്ട്, അതേപോലെ അവൻ്റെ ആഗ്രഹങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ നിൽക്കുന്നുണ്ട് നിലവിലിട്ട്. അപ്പം ചോദിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നല്ലൊരു ഉത്തരവാണ്. നമുക്ക് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി എന്താ പറയുക? ഒരു രക്ഷിതാവ് എന്നല്ലേ എങ്ങനെ മനസ്സിലാക്കണം? നമുക്ക് വേണ്ട ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മൾ നല്ലൊരു കേൾവിക്കാരനായിരിക്കുക എന്ന ക്വാളിറ്റി. കേട്ടില്ല? അവരെ കേൾക്കാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ പഠന വിഷയത്തിൽ പോലും കുട്ടികൾ പുരോഗമിക്കും. ഇപ്പം പാരൻസിനില്ലാത്ത സമയം അതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ തോണ്ടുന്നത് കുറക്കണം എന്ന് പറയുന്നതും. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത്ര പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നെ വളർത്തിയത് അങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പം അവരെ കയ്യിൽ ഈ തോണ്ടുന്ന സാധനം ഇല്ലായിരുന്നു. ഞാൻ ഉദാഹരണത്തിന് പറയാണ്, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയ സമയത്ത് അയാൾ എന്നോട് വളരെ ഇതിൽ എന്നോട് പറഞ്ഞു, എൻ്റെ മകന് ആളുകളെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല. അച്ഛൻ എന്നോട് കംപ്ലൈൻറ്റ് പറയാണ്. അതിനെന്താ ചെയ്യേണ്ടത്? പക്ഷെ ചോദിക്കുന്ന ആൾ എൻ്റെ മുഖത്ത് നോക്കിയല്ല സംസാരിക്കുന്നത്, അയാളെ മൊബൈലിൽ തോണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അയാൾ എൻ്റെ മുഖത്ത് നോക്കിയല്ല ഈ സംഭവം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ക്വാളിറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മകനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താ പറഞ്ഞേ? എൻ്റെ മകൻ ആളുകളെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല. രക്ഷിതാക്കളായ നമ്മളെ മക്കളെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് സംസാരിച്ചിട്ട് എത്ര കാലമായി നമ്മൾ ആലോചിക്കണം. ഒരിക്കൽ വലിയൊരു കംപ്ലൈൻറ്റുമായിട്ട് മലപ്പുറം കോട്ടക്കലുള്ളൊരു സ്ത്രീ എന്നെ ഫോൺ വിളിച്ച സമയത്ത് മകള് 7th പഠിക്കുക, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ കുറിച്ചിട്ടാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ
അവരോട് പറഞ്ഞു ഞാൻ കുറച്ച് തിരക്കിലെങ്കിലും അപ്പോൾ അവർ പറഞ്ഞു ഒരു 5 മിനിറ്റ് സാറേ ഇതൊന്നും ഇപ്പോൾ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞാൽ അവർ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ മകൾ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സ്വീകരിക്കും, എന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വയ്ക്കുക. അവരെ മകളെ കേട്ടോ ഞാൻ പറഞ്ഞതല്ല, വേറെ അറിയല്ല. ആ ഉമ്മ എടുത്തേമൊക്കെ എന്നോട് ചോദിച്ചു ഉമ്മ വെക്കുക വെച്ചു. എന്താ പ്രശ്നമുള്ള വെച്ചു, നിങ്ങളെ മകൾ എന്നല്ലേ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞ സമയത്ത് എന്നോട് പറയാണ് ഞാൻ എൻ്റെ മകളെ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ കുറച്ച് സമയം തരും വെച്ച്. ഞാൻ പറഞ്ഞു ഞാൻ ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങളെ കുട്ടി വരുമ്പോൾ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, സ്വീകരിക്കും വേണം. കുട്ടി ഇങ്ങനെ കയറിയിട്ട് വന്ന് അവരെ സ്വീകരിക്കും വേണമെന്ന്. ആ സമയത്ത് ഈ ഉമ്മനോട് ഭയങ്കര ഇതിൽ പറഞ്ഞ് ഒരു ചമ്മലയോട് എന്താ പറയുക, എന്തോ ഒരു വലിയ വേറെന്തോ ഒരു കുറ്റം ചെയ്യുന്ന രീതിയിലുള്ള സംസാരം. അപ്പം പറഞ്ഞു ഞാൻ ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയോട് ചോദിച്ചു എന്താ നിങ്ങളെ പ്രശ്നം എന്ന് വെച്ചാൽ പറഞ്ഞു മകൾക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് ആ അമ്മ അവസാനമായിട്ട് ആ കുട്ടീനെ ചുംബിച്ചത്. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? നമ്മുടെ കുട്ടികളോട് കേൾക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ള. അന്ന് വൈകുന്നേരം ആ കുട്ടി വിട്ടു വന്ന സമയത്ത് ഉമ്മ മനസ്സോടെ ഞാൻ പറയുന്നത് കേട്ട് ആ കുട്ടിയെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. എന്ന് രാത്രി കുട്ടി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വളരെ സന്തോഷത്തോട് കരഞ്ഞുകൊണ്ട് ആ ഉമ്മ എന്നെ വിളിച്ച് പറഞ്ഞു സാർ എൻ്റെ മകൾക്കല്ല പ്രശ്നം, എനിക്കാണ് പ്രശ്നം, അത് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു പറഞ്ഞു. കാരണം ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച സമയത്ത് കുട്ടി പൊട്ടിക്കരഞ്ഞു കുറേ. ഇത് കണ്ട ഉമ്മയും കരഞ്ഞു, 2 പേരും ഓക്കെ. എവിടെയാ പ്രശ്നം വന്നത്? നമ്മുടെ മൊബൈല് നല്ല സാധനമാണ്, പക്ഷെ അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാശത്തിലാക്കുന്നത്. പലപ്പോഴും നിങ്ങളൊക്കെ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കേസുണ്ട് കുട്ടിയുടെ പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്താ പറയല്? ഒന്നെങ്കിൽ സ്കൂളിനെ കുറ്റം പറയും, അല്ലെങ്കിൽ ടീച്ചറെ കുറ്റം പറയും. ചില കുട്ടികൾക്ക് ചില കഴിവുകളുണ്ടാവും, അതുകൊണ്ട് ചില വിഷയങ്ങളിൽ ആ കുട്ടി ഓക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയില്ലേ ആ സാർ എടുക്കുന്ന ഓക്കെ ആണല്ലോ പിന്നെന്താ ഇതിന് ഓക്കെ അല്ലാത്തതെന്നാ ചോദിക്കല്. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്, കുട്ടികളുടെ 80% പ്രശ്നങ്ങളും കിടക്കുന്നത് നമ്മളെ വീടിൻ്റെ ഉള്ളിലാണ്. 20% പുറമേയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ 80% കിടക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ന്യൂ ജനറേഷൻ പാരൻ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. നമ്മളിപ്പം നിൽക്കുന്ന വീട്ടിൽ അവരുണ്ടാവും, നമ്മൾ വേറൊരു വീട്ടിലും ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നാളെ നമുക്കിപ്പോൾ ആവതുള്ള കാലം, നമുക്കിപ്പോൾ ശക്തി എല്ലാം ഉണ്ട്, ഇതില്ലാത്ത കാലത്ത് നമ്മളെ നോക്കാനോ കേൾക്കാനോ അവരുണ്ടാവില്ല, ഉറപ്പാ. അതുകൊണ്ടാണ് ഈ വൃദ്ധസദനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പാരൻസിനോട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നിങ്ങൾ ഏറ്റവും നല്ല ശ്രോതാക്കളായിരിക്കുക. എങ്ങനെ ഒരു നല്ല ശ്രോതാവാകുക? കുട്ടികളോട് സംസാരിക്കണം. 15 വയസ്സ് വരെ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ കേട്ടിരിക്കണം, നിർബന്ധം. ഒരു ദിവസം 20 മിനിറ്റ് എങ്കിലും നിങ്ങളെ കുട്ടിക്ക് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ കുട്ടി ഏകദേശം നോക്കിയിട്ട് നമ്മുടെ പക്വതയിലുണ്ടാവും. ഏതൊക്കെയാണ് 4 സമയങ്ങൾ? 1, കുട്ടി രാവിലെ സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് കുട്ടിയെ നിങ്ങൾ നന്നായിട്ട് നമ്മളെ വീട്ടിലൊരു അതിഥി വന്നാൽ ഏത് രീതിയിലാണോ അതിഥിയെ നമ്മൾ യാത്ര അയക്കുന്നത് ആ രീതിയിൽ നമ്മൾ ആ കുട്ടിയെ സ്കൂളിലേക്ക് യാത്ര അയക്കണം. അങ്ങനെ നിങ്ങളൊരു കുട്ടിയെ യാത്ര അയച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ക്ലാസ്സിൽ അത്രയും പെർഫോമൻസ് അന്ന് ചെയ്യും. കാരണം അത്രയും പോസിറ്റീവ് ആ കുട്ടീൻ്റെ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും എന്താ ചെയ്യല്? നമ്മൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും അതെടുത്തോ ഇതെടുത്തോ, അല്ലെങ്കിൽ അതാക്ക് ഇതിങ്ങോട്ടാക്ക്. ആ കുട്ടി പോകുന്നത് പോലും നോക്കാൻ നമ്മൾക്ക് സമയമില്ല. ഇനി പോകുന്ന സമയത്ത് ആ കുട്ടി ഒന്ന് വീഴുകയും ചെയ്താലോ 2 എണ്ണം അവിടെ ഇട്ട് കൊടുക്കുകയും ചെയ്യും. മേപ്പെട്ട് നോക്കിയേ ചെയ്യുള്ളൂ, ഇങ്ങോട്ടില്ലേ. അതേ സമയത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെ വീട്ടിൽ വന്നു, വീട്ടിൽ നിന്ന് അവിടെ ഇറങ്ങുമ്പോൾ ആ ഫ്രണ്ട്സ് വീണു, കാല് തെന്നി വീണു, നിങ്ങളെന്താ ചെയ്യുക? എന്തെങ്കിലും പറ്റിയോന്നൊക്കെ വെച്ച് കാര്യമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ അവരെ പരിഗണിക്കും. ആ പരിഗണന പോലും നമ്മൾ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ചോദിക്കണം കേട്ടോ.
നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നത്. നമ്മുടെ വീട്ടിൽ വന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവന തുല്യം നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ നമ്മുടെ ആയുസ് കാലം നമ്മൾ നോക്കേണ്ട കുട്ടിക്ക് ഒരു അതിഥിയുടെ, നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു ഗസ്റ്റിന്റെ പരിഗണന പോലും നമ്മൾ കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന ആളെങ്കിലും നാളെ മുതൽ ഒരു 5 മിനിറ്റ് കുട്ടി സ്കൂൾ പോകുന്ന സമയത്ത് ഒന്ന് ഫ്രഷാക്കി, ഒന്ന് നല്ല രീതിയിൽ കുട്ടികളെ സ്കൂളിലേക്ക് യാത്രയാക്കുക. അങ്ങനെ നിങ്ങൾ യാത്ര അയച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബുദ്ധിവികാസത്തിനും പഠന പുരോഗതിക്കും ഒക്കെ അത് കാരണമാകും. അത് 1-2 ദിവസം ഈ ക്ലാസ് കേട്ട് പോയിട്ടുള്ള 2 ദിവസം മാത്രമല്ല, 15 വയസ്സ് വരെ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണം. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ സമയം വളരെ ഷോർട്ടാക്കി ഞാൻ പറയാണ്, പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് വൈഡാക്കി പറയാം. രണ്ടാമത്തെ സമയം സ്കൂൾ വിട്ട് വരുന്ന സമയത്താണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി ഏത് രീതിയിലാണ് വരിക, ആ രീതിയിൽ നമ്മൾ ആ കുട്ടിയെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്തായിരിക്കരുത്, കുട്ടിയുടെ സ്കൂളിലെ പഠനത്തെക്കുറിച്ച് ചോദിക്കുകയേ ചെയ്യരുത് ആ സമയത്ത്. കാരണം കുട്ടികൾ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ജോലിക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാവുക. അതുകൊണ്ടാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ കുട്ടികൾ നന്നായിട്ട് ടയേർഡാവുന്നത്. ആ സമയത്ത് കുട്ടികളെ ഫ്രീ ആയിട്ട് വിടണം. ബുക്കിൻ്റെ മുമ്പിലേക്ക് ഹോംവർക്ക് എഴുതാനും ഇതിന് ഇരുത്തേണ്ട സമയമല്ല വൈകുന്നേരം. കുട്ടികളെ ഫ്രീ ആക്കി വിടേണ്ട സമയം. അവരെ ആ സമയം വളരെ ഫ്രീ ആക്കി വിടുക. അത് ടി-വിൻ്റെ മുമ്പിലോ മൊബൈലിൻ്റെ മുമ്പിലോ ഇരുത്താതെ പ്രകൃതിയോട് ഇണങ്ങാൻ വേണ്ടി പുറത്തേക്ക് വിട്ടിട്ട് പുറത്തുള്ള കളികളിലേക്ക് കുട്ടികൾ ഏർപ്പാട് ചെയ്യുക. അതിന് പുറത്തേക്ക് പോകാത്ത കുട്ടികളാണ് ഒരു പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്ത് മറ്റു കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട്, കുട്ടികളെ ഒരു പക്ഷേ മുറ്റത്തെ ഇറങ്ങി കളിക്കാനൊന്നും സമയമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ കൂടെ പോയിട്ട് ഒരു കുട്ടിയായി നിന്നുകൊണ്ട് അവരെ കൂടെ കളിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ കുട്ടി വന്നതിന് ശേഷം നല്ലതുപോലെ വെൽക്കം ചെയ്യുക, കുട്ടിക്ക് വേണ്ടത് കൊടുക്കുക, കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരങ്ങൾ സംസാരിക്കുക. അപ്പോൾ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടാവല്ലോ, ഒരുപക്ഷെ അവൻ്റെ സുഹൃത്തിനെ കുറിച്ച് ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ എന്താണെന്ന് ഹോംവർക്ക് ഉള്ളത്, ഇന്ന് ഏതൊക്കെ മിസ്സുമാർ വന്നു, ഏതൊക്കെ മിസ്സുമാർ എന്തൊക്കെ പഠിപ്പിച്ചു, ഇന്ന് ആർക്ക് അടി കിട്ടി, ഇതൊന്നും ചോദിക്കേണ്ട ആ സമയത്ത്. അതൊന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല ആ സമയം. അത് ചോദിക്കേണ്ട വേറെ സമയമുണ്ട്, അപ്പം ചോദിക്കരുത്. ആ സമയത്ത് അവരെ നന്നായി അതിഥിയായിട്ട് സ്വീകരിച്ച് അവരൊന്ന് മുത്തം കൊടുത്ത് കെട്ടിപ്പിടിച്ച് അവരെ സ്വീകരിച്ചിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തിട്ട് അവരോടൊപ്പം കളിക്കാൻ പറ്റുന്നവരൊക്കെ അവരോടൊപ്പം കളിച്ച് നമ്മൾ അവരെ എന്ത് ചെയ്യണം? വെൽക്കം ചെയ്യണം. മൂന്നാമത്തെ സമയം കിടന്നുറങ്ങുന്ന സമയത്താണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് 1-2 ദിവസമല്ല, അല്ലെങ്കിൽ 1 വർഷമല്ല, 2 വർഷമല്ല, കുട്ടിയുടെ 15 വയസ്സ് വരെ. മൂന്നാമത്തെ സമയം കിടന്നുറങ്ങുന്ന സമയത്താണ്. നമുക്കൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു കുട്ടി ഉണ്ടായി, രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് മറ്റേ കുട്ടിയെ പിന്നെ നമ്മൾ പരിഗണിക്കൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കുട്ടിക്ക് എപ്പോഴും ഒന്നാമത്തെ കുട്ടിയോട് ദേഷ്യം ഉണ്ടാകുന്നത്. എപ്പോഴും ഫൈറ്റായിരിക്കും. പല രക്ഷിതാക്കളും വിളിച്ച് പറയുന്ന ഇതുണ്ട്, കുട്ടികൾ എപ്പോഴും ഫൈറ്റാണ്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രോബ്ലംസ് കാരണക്കാരൻ നമ്മളാണ്. കാരണം ഈ കുട്ടി വളരെ ചെറിയ ആയിരുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടിയെ കുളിപ്പിക്കുന്നത്, താരാട്ട് പാട്ടുന്നത് ഈ കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ മറ്റേ കുട്ടിയെ നിങ്ങൾ പാലൂട്ടുന്നു, താരാട്ടുപാട്ട് പാടി ഉറക്കുന്നു, കുളിപ്പിക്കുന്നു, എല്ലാ നിലക്കും നിങ്ങൾ വൃത്തിയാക്കുന്നു, ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവനേക്കാളും പരിഗണന രണ്ടാമത് വന്ന കുട്ടിക്കാണെന്ന് ഈ കുട്ടി മനസ്സിൽ തോന്നിപ്പോവും. അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടിയോട് എത്ര സ്നേഹം ഉണ്ടെങ്കിലും ചെറിയൊരു ദേഷ്യം ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നതും, ചില കുട്ടികൾ എടുത്തു ചാടുന്നതും, അതുപോലെ തന്നെ ചില കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി, അഥവാ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മറ്റു ചില വിക്രസുകളൊക്കെ ചെയ്ത് കൂട്ടുന്നത്. ഒരിക്കലും കുരുത്തക്കേട് കൊണ്ടല്ല, നിങ്ങൾ ഓനൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പല കുട്ടികളും പല വിക്രസുകൾ ചെയ്യുന്നത്. നിങ്ങളതിനെന്താ ചെയ്യുക? ആ കുട്ടി പറയാതെ പറയാണ്, അമ്മ എന്നെ ഒന്ന് നോക്കി, എന്നെ ഒന്ന് പരിഗണിക്കുമെന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? വടിയെടുത്തിട്ട് നമ്മൾ നേരെ ചെല്ലും, ആരോടോ ഉള്ള എന്തിനോടോ ഉള്ള ദേഷ്യം അവിടെ തീർക്കും. ഇതല്ലേ യാഥാർത്ഥ്യം നടക്കുന്നത്? ഞാൻ ഇനി ദേഷ്യം പിടിക്കും, എൻ്റെ മക്കളെ തല്ലില്ല എന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഒന്ന് എഴുന്നേറ്റിക്ക്. യെസ്, 1 2 3 4 5 ഇരിക്കും. എത്ര പേരുണ്ടെന്ന് ഞാൻ പറയണ്ടല്ലോ, എണ്ണണ്ടല്ലോ. ഇതിൽ എത്ര പേരെ എഴുന്നേറ്റ് നിങ്ങൾക്ക് അറിയാലോ? എന്താ പറഞ്ഞ്? ഞാൻ ഇനി ദേഷ്യം പിടിക്കുമ്പോൾ എൻ്റെ മകനെ തല്ലില്ല അല്ലേ? അപ്പം നമ്മൾ ദേഷ്യം തീർക്കാനുള്ള ഒരു ആയുധമാണോ യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടികൾ? പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യത്തിൽ എഴുന്നേറ്റ് നിന്നൂടാ?
നമ്മളിത് പറയാൻ നമ്മൾ എളുപ്പം. നമ്മളെ മക്കൾ ഭയങ്കര എന്തെങ്കിലും ആത്മാർത്ഥത കൂടി നമ്മൾ പറയും, പക്ഷെ ചെയ്യുന്നതൊക്കെ നേരെ വിപരീതമാണ് അല്ലേ? നിങ്ങളെ കുട്ടികളെ കുറിച്ചിട്ട് ഇന്ന് വരെ ആ കുട്ടികൾക്ക് ഒരു മോശമായ സംസാരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പഠിക്കില്ല, എഴുതില്ല, കേൾക്കില്ല, പറയില്ല അല്ലേ? തുടങ്ങിയിട്ട് എത്ര പറഞ്ഞാലും ചുരി, ഒന്നുമില്ലെങ്കിൽ എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്നെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളെ കുട്ടികളെ പരിഗണിക്കണം. മൂന്നാമത്തെ സമയം പറഞ്ഞത് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്താണ്. കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? 15 വയസ്സിലെ കുട്ടികളെ കൂടെ ഒന്ന് കിടന്നു കൊടുക്കുക. അതിന് സമയം കണ്ടെത്തണം. ചെയ്യാറുണ്ട്, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കിടന്നു കൊടുക്കണം. അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ. എൻ്റെ ഉമ്മയൊന്ന് ഞാൻ എൻ്റെ സുഹൃത്ത് 9ാം ക്ലാസ്സിലൊരു പ്രൊജക്റ്റ് കൊടുത്തു. എന്താ പ്രൊജക്റ്റ് കൊടുത്തത് അറിയോ? അമ്മയുമായിട്ടുള്ള രക്ഷിതാക്കളുമായിട്ടുള്ള ഒരു കണക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൊടുത്തതാ. അത് ചെയ്യേണ്ടത് ഇതായിരുന്നു. ആൺകുട്ടികളോട് പറഞ്ഞു സ്വന്തം ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ടുള്ള അനുഭവം എഴുതി കൊണ്ടുവരാൻ. സ്വന്തം ഉമ്മയെ അല്ലെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ടുള്ള അനുഭവം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. പെൺകുട്ടികളോട് പറഞ്ഞു സ്വന്തം ഉപ്പയെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുള്ള അനുഭവം എഴുതി കൊണ്ടുവരാൻ. 1.5 മാസം എടുത്ത ആ പ്രൊജക്റ്റ് ഒന്ന് പൂർത്തിയാക്കാൻ. 1.5 മാസം 40 കുട്ടികളെടുത്ത ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ എടുത്ത സമയം 1.5 മാസം. നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളെ മക്കളെ പരിഗണിക്കണം. അവരെടുത്ത് അവരെ നെറ്റിയിലൊന്ന് ചുംബിക്കണം, അവരെ ഒന്ന് തലോടണം, അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ചെയ്യണം. വളരെ ഷോർട്ടാക്കി ഞാൻ പറയുന്നത്. മറ്റൊന്ന്, രാവിലെ ഉണരുന്ന സമയത്ത് എങ്ങനെ ഉണർത്തേണ്ടത്? നിങ്ങൾ ഉണർത്തുന്നതെന്ന് പറഞ്ഞു തരാം ആദ്യം. പേര് വിളിച്ച് ഉണർത്തും സ്കൂളിൽ. ഒന്നും കൂടെ 2-3 വട്ടമൊക്കെ വിളിക്കും. നമുക്ക് 6 മണിക്ക് ടൂർ പോകണം, അല്ലെങ്കിൽ ഒരു യാത്ര പോകണം. നമുക്ക് ഒരു കല്യാണത്തിന് പോകേണ്ട 6 മണിക്ക്. എങ്ങനെയായിരിക്കും നമ്മൾ മകനെ വിളിച്ചുണർത്തുക? 5:30 ആയിട്ടുണ്ട്, അല്ലെ 5:45 ആയിട്ടുണ്ട്. നമ്മൾ മക്കളെ വിളിച്ചുണർത്തേണ്ട രംഗം ആലോചിച്ചൊക്കെ. അന്ന് അല്ല, അവരെ കൊണ്ടുപോകുന്നില്ല. അങ്ങനത്തെ സ്റ്റേഷൻ ഉണ്ടാവില്ലെന്നോ? ആയിക്കോട്ടെ, 6 മണിക്ക് നിങ്ങളെ കുട്ടി മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിച്ചുണർത്തേണ്ട രംഗം പറഞ്ഞോളൂ. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ വിളിച്ചുണർത്തുമ്പം പാറ്റ്, ചാറ്റ്, കിസ്, തലോടണം, ചുംബിക്കണം, സംസാരിക്കണം. എന്താ സംസാരിക്കേണ്ടത്? സ്കൂളിൽ പോകണ്ടേ, മദ്രസ പോകണ്ടേ എന്നല്ല സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തില്ല, വേഗം എന്നിട്ട് ഇപ്പം ചെയ്യണം എന്നല്ല സംസാരിക്കേണ്ടത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള, ഓരോ കുട്ടികൾക്കും ഓരോ ഡിഫറൻസ് ആയിരിക്കും. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിച്ച് പതിയെ അവരെ തലോടി അവരെ ചുംബിച്ചുകൊണ്ടാണ് വിളിച്ചുണർത്തേണ്ടത്. ഒരിക്കലും തല്ലി വിളിച്ചുണർത്തുന്നത് ഒരു കുട്ടിയുടെ ദിവസത്തിൻ്റെ തുടക്കം അത് മോശമാകൽ പലപ്പോഴും രക്ഷിതാക്കളുടെ ആർപ്പ് വിളികളും അല്ലെങ്കിൽ കൈകൊണ്ടും വടികൊണ്ടുള്ള പ്രഹരങ്ങളും ഏറ്റുകൊണ്ട് ആവരുതൊരു ദിവസത്തിൻ്റെ തുടക്കം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ അടുത്ത് കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് ഒന്ന് ചുംബിച്ച് ഒന്ന് തലോടി അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ അവരൊന്ന് വിളിച്ചുണർത്തി നോക്കി. ആ കുട്ടി ആയിരിക്കും അന്നത്തെ ആ ക്ലാസ്സിൽ ഏറ്റവും നല്ല കുട്ടി. ആ കുട്ടി അന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോളൂ, സംശയം ഞാൻ തീർത്തരാം. ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്, ചെയ്യാൻ ഇതല്ലേ. ഇത് ഞാനിപ്പോൾ പറയുന്നതൊന്നും എന്നെ കുറിച്ചിട്ടല്ല, നമ്മളെ മക്കളെ കുറിച്ചിട്ടാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ 50-55 അല്ലെങ്കിൽ 60 ഒരു ഏജിന് ശേഷം നിങ്ങളെ വീട്ടിലുണ്ടാവില്ല. മനസ്സിലായല്ലോ? 60 വയസ്സിന് ശേഷം നിങ്ങളെ കൊണ്ടയാക്കേണ്ടി കൊടുത്ത് അവർ കൊണ്ടയാക്കിയിരിക്കും. ചുരുക്കി പറഞ്ഞ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂ ജനറേഷൻ പാരൻറ്റും വേണം. അതില്ല എങ്കിൽ ഇതാണ് സംഭവിക്കുക. അപ്പം നമ്മൾ രാവിലെ കുട്ടികളെ വിളിച്ചുണർത്തുമ്പോൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് നല്ല ക്ഷമ വേണ്ടി വരും. ചിലപ്പോൾ രാവിലെ പോകുമ്പോൾ ഹസ്ബൻഡായിട്ടുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ അമ്മായിമ്മയായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ തീർക്കേണ്ട ഒരു ആയുധമാക്കി, അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഇതൊന്നും തീർക്കേണ്ട ഒരു ആയുധമാക്കി നമ്മുടെ മക്കളെ വിളിച്ചുണർത്തത്. പലപ്പോഴും ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങളെ കുട്ടികളെ പഠനത്തിനും മറ്റൊക്കെ പിറകോട്ടിരിക്കുമ്പോൾ നിങ്ങൾ കാരണം പറയുന്നത് സ്കൂളും അധ്യാപകരുമാണെങ്കിൽ
പലപ്പോഴും 80% കാരണം കിടക്കുന്നത് നമ്മളെ വീട്ടിലാണ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. അപ്പം ഞാൻ പറഞ്ഞു വരും, നമ്മളെ കുട്ടികളെ കേൾക്കാനും കുട്ടികളോടൊപ്പം ചെലവഴിക്കാനും, പ്രത്യേകിച്ച് അമ്മമാരായ നിങ്ങൾ, ഏറ്റവും കൂടുതൽ അമ്മമാരായതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിലേക്ക് തന്നെ പറഞ്ഞത്, സമയം കണ്ടെത്തണം. നിങ്ങൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ വേറെ ആളുകൾ സമയം കണ്ടെത്തുമ്പം അവരെ കൂടെ അവർ പോകുമെന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ നേരത്തെ ഒരു പെൺകുട്ടീൻ്റെ കഥ പറഞ്ഞു. 14 കൊല്ലം ഞാനൊരു ആരോട് സംസാരിച്ചതെന്നൊന്നും അവർക്ക് ചോദിക്കാനില്ലേനി, എൻ്റെ കൂടെ അവർക്ക് സമയം ചെലവഴിക്കാനുമില്ലേനി. ഇപ്പം ഞാനൊരാളെപ്പുറം ഒന്ന് പോയപ്പം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സംസാരിച്ചപ്പോൾ ഇപ്പം എന്തിനാണ് അവരിങ്ങനെ ചോദിക്കുന്നത് എന്ന് നിങ്ങളെ മക്കൾ ചോദിക്കാതിരിക്കണമെങ്കിൽ അവരോടൊപ്പം ഈ പറഞ്ഞ ഒരു 20 മിനിറ്റ് ദിവസം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കണ്ടെത്തിയാൽ അതിനുള്ള റിസൾട്ട് വരുമെന്നത് 100% എഴുതി ഒപ്പിട്ട് ഞാൻ തരാം. ഒരുപാട് ചെറിയ കഥകൾ എൻ്റെ മുമ്പിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് അവർ പറയുന്ന കഥകൾ കേൾക്കാൻ ചെവി ഓർത്തിരുന്ന് കേൾക്കണം. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിൽ ആ തിരക്കൊന്ന് മാറ്റി വെച്ചിട്ട് അവരെ നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറായാൽ ഒരുപാട് പരിഭവങ്ങൾ അവരുടേത് നമുക്ക് ഒഴിവാകും, ഒരുപാട് സങ്കടങ്ങൾ അവരുടേത് ഒഴിവാകും. മാത്രവുമല്ല, നമ്മളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മക്കളിലും പോസിറ്റീവ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. നമ്മുടെ ഫാമിലിയുടെ മെയിൻ കഥാപാത്രം എന്നത് ഒരു വീട്ടിലെ അമ്മയാണ്. ഈ അമ്മയിൽ എപ്പോഴും പോസിറ്റീവ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അത് മക്കളിൽ, ഭർത്താവിൽ, കുടുംബക്കാരിലൊക്കെ സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത് ചെയ്യിപ്പിക്കാത്തടത്തോളം കാലം വീട്ടിൽ കലഹങ്ങളും പിണക്കങ്ങളും മറ്റ് പല 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 കാര്യങ്ങളും ഒന്നിന് പിറകെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെന്ത് ചെയ്യണം? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അതിനെ പിന്നാലെ ഓടി നമ്മളിങ്ങനെ പോകണ്ട. അതെങ്ങനെ കഴിയുന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യപ്പതിലേക്കുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നമാണ്. മറ്റൊന്ന്, നമ്മുടെ പാരൻസിനൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താ അറിയോ? കുട്ടികളെ കമ്പയർ ചെയ്യും അല്ലേ? എൻ്റെ അതേ പഞ്ചാണ് കൈവിരലില്ലേ, എന്തായാലും പറയാം, ഫിംഗർ പ്രിൻ്റ്. മറ്റുള്ളവർക്കുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ രണ്ടുപേരും ഒരേ ഒരു രീതിയിലുള്ളവരൊന്ന് എഴുന്നേറ്റിക്ക്. അല്ല, അപ്പോൾ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അയൽവക്കത്തെ കുട്ടിയെ നോക്കിയിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? അവനവനോടാണ് മത്സരിക്കണം. നിങ്ങളൊക്കെ കുട്ടിക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഓണം എക്സാം വരികയാണ്. ഓണം എക്സാമിന് കുട്ടികൾ മാർക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ ചെറിയൊരു ടാർഗറ്റ്, വലിയ ടാർഗറ്റ് കൊടുക്കുക, ചെറിയൊരു മാർക്ക്. അതിനേക്കാൾ 1 മാർക്ക് നമുക്ക് അധികം കിട്ടിയ സമ്മാനം കൊടുത്തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ ഉത്സാഹിക്കുകയോ പഠിക്കൂലേ? അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളെ കുറിച്ചിട്ട്, നമ്മളെ കുടുംബക്കാരെ കുറിച്ചിട്ട്, നമ്മളെ സ്വന്തം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പോലും മോശമായി പറയുന്ന എത്രയോ ആളുകൾ ഈ ഇരിക്കുന്നതിലില്ലെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം പറയുന്നത്. പക്ഷെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചില കാര്യങ്ങൾക്ക് ഈ കുടുംബ കൗൺസിലിങ്ങിലൊക്കെ കേൾക്കുന്ന പല ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും കേൾക്കുമ്പോൾ, ഇപ്പം ഞാൻ ഇനി പറഞ്ഞ് അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ കുട്ടികളെ കേൾക്കാൻ തയ്യാറാവണം. 1. 2, ഞാൻ പറയപ്പെട്ട 4 സമയങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാവണം. മറ്റൊന്ന്, ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് അവരെ കമ്പയർ ചെയ്യരുത്. ദയവ് ചെയ്ത് നിങ്ങൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുക. നിങ്ങളൊക്കെ ചെയ്യേണ്ട അടുത്ത ഓണ പരീക്ഷയ്ക്ക് അവൻ എത്രയാണോ ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്ക്, അതിനേക്കാൾ 1 മാർക്കെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ സമ്മാനം കൊടുക്കും നിങ്ങൾ പറഞ്ഞോളി. പടിപടിയായിട്ട് കുട്ടികളെ മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. ഒറ്റയടിക്ക് കുട്ടിക്ക് ഒന്നായിട്ട് കഴിയൂല. അപ്പോൾ പടിപടിയായി മെച്ചപ്പെടുത്താൻ നിങ്ങളൊക്കെ ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങളൊക്കെ തയ്യാറാവുകയും ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചാലേ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ നമ്മുടേതായിട്ട് ജനിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതുമല്ല പാരൻറ്റിങ് എന്നത്. നമ്മുടെ പാരൻറ്റിങ്ങിലെ വീഴ്ചകളാണ് നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറുന്നത് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് കണ്ടിട്ടായിരിക്കണം നിങ്ങളൊക്കെ ഇതാക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ന്യൂ ജനറേഷനായിട്ട് പാരൻസ് എങ്ങനെ മാറില്ലെന്നാ? ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഇത് കൈ പിടിച്ചായിരുന്നു ജനിച്ചത്? ആണോ? ഇത് കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ച് വിട്ടത് ഫസ്റ്റ് ആരാ? നമ്മളാണല്ലോ അല്ലേ? എന്തിനു വേണ്ടിയാണ് നമ്മളന്ന് ഫസ്റ്റ് കൊടുത്തത്? അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇപ്പം നമ്മൾ നേരെ കുറ്റം പറയുന്നുമില്ലേ? എൻ്റെ മോന് ഫുൾ ടൈം ഫോണാണ്,
എന്തൊക്കെ പറയുന്നത്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ കുറ്റവാളി ആരാ? എന്നിട്ട് കൗൺസിലിങ്ങിനും മറ്റും പായ എവിടേക്ക്? ഫോൺ അഡിക്ഷൻ എന്ന് അറിഞ്ഞിട്ട്. ന്യൂ ജനറേഷൻ പാരൻ്റ് ആവേണ്ടി എങ്ങനെ? ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ അല്ലേ? ഒരു ഉദാഹരണം, ഞാനിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ഫോൺ കോളിലായിരുന്നു. പിന്നെ നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടോ? എന്താ പ്രശ്നം അറിയോ? കുട്ടി വളരെ ചെറിയ കുട്ടിയാണ്. സെക്സ്വലി ഉള്ള ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് കുട്ടി പാരൻസിനോട് ചോദിച്ചു. പാരൻസ് ദേഷ്യം പറഞ്ഞ് കുട്ടിയെ എന്ത് ചെയ്തു? തട്ടി മാറ്റി. കുട്ടി അയൽവക്കത്തുള്ള ആളോട് ചോദിച്ചു. അയൽവക്കത്തുള്ള ആൾ പറഞ്ഞു വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ കഥ. എന്താ ഞാൻ ഇപ്പം ഇവിടെ വരുമ്പോൾ വന്ന കോളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. എങ്ങനെ ന്യൂ ജനറേഷൻ പാരൻ്റ് ആവേണ്ടത്? കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു പാരൻസ് ആവുക. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത് അതാ. നിങ്ങളൊക്കെ പറയും എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നെ വളർത്തിയത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അത് നിങ്ങൾ പറയുന്നത് വളരെ നിങ്ങൾക്ക് താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു വാക്ക് മാത്രമാണ്. ഞാനതാ തുടക്കത്തിൽ ചോദിച്ചത്, നിങ്ങളെ ഉമ്മൻ്റെ ഇപ്പൻ്റെ കയ്യിൽ ഇങ്ങനെ തോന്നുന്ന സാധനം ഉണ്ടായിരുന്നോ എന്ന്. നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ രാത്രി സമയത്തിൽ ഇതിൽ സ്ക്രീൻ ടൈമിങ് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചിലവഴിച്ച സമയവും നോക്കുക. ഇതിലേതാ കൂടുതലൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രശ്നം എവിടെ കിടക്കുന്നതെന്ന്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കംപ്ലൈൻറ്റ് പറയൽ എവിടെ അറിയോ? എൻ്റെ ഹസ്ബൻഡിന് എന്നെ കേൾക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഞങ്ങളോടൊപ്പം ചിലവഴിക്കാൻ സമയമില്ല എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചിലവഴിക്കൽ. മക്കളോട് ചോദിച്ചാൽ എന്താ പറയലോ അറിയോ? ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. എൻ്റെ അടുത്ത് വരുന്ന ഭൂരിഭാഗം കുട്ടികളും പറയൽ ഉമ്മക്ക് ഞങ്ങൾ പറഞ്ഞ് കേൾക്കാൻ സമയം വേണ്ടെന്നാണ്. ഇനി എന്തെങ്കിലും പറയാൻ ചെന്നാലോ ഡബിൾ ഇരട്ടിയിൽ ഇങ്ങോട്ട് കുരക്കുക ചെയ്യുക. പിന്നെ ഈ കുട്ടി എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയാൻ വരുമോ? ഒരു തവണ കുട്ടിയെ ഒരു വിഷയത്തിൻ്റെ പുറത്ത് നിങ്ങൾ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലം ആ കുട്ടി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് പിന്നെ ഒരു വിഷയമായിട്ട് നിങ്ങളുടെ അടുത്ത് വരില്ല. പിന്നെ കുട്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് പ്രണയമായിട്ടും അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്ന് മാഫിയകളിലേക്കൊക്കെ കുട്ടികൾ അഡിക്റ്റ് ചെയ്യുന്നത്. ഈ കുട്ടികൾ അഡിക്റ്റ് ചെയ്യുന്ന ഒരുപാട് മാഫിയകളിൽ മയക്കുമരുന്നിൽ പെടുന്ന ഭൂരിഭാഗം കുട്ടികളും വീട്ടിൽ നിന്ന് അവഗണന ലഭിച്ചവരാണ്. ഞാൻ നിങ്ങളെ മുമ്പിൽ പറഞ്ഞത് മുഴുവൻ എൻ്റെ എക്സ്പീരിയൻസുകളാണ്, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളെ കുട്ടികൾ അന്യാധീനപ്പെട്ടു പോകണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചോളൂ. ഞാനിതൊക്കെ പറയുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം നമ്മളെ മുമ്പിൽ കയറലാരറിയോ? നെഗറ്റീവാണ്. ഇതൊക്കെ പറയാൻ നല്ല സുഖം, പ്രാക്ടിക്കലാക്കാൻ ഇതൊന്നും എളുപ്പമല്ല എന്ന് ആദ്യം നമ്മൾ കയറില്ലേ. അതേ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതല്ല, നമുക്കൊരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കുട്ടിക്ക് ഒരു 18 വയസ്സാവുന്ന സമയത്ത് ഈ കുട്ടി മയക്കുമരുന്നിലോ മറ്റെന്തിലോ വല്ല പ്രണയത്തിലോ ഒക്കെ അകപ്പെട്ടിട്ട് ഓടി മറ്റൊരു കൗൺസിലർ അടുത്ത് ചെന്നിട്ട് നമ്മൾ അതിനേക്കാളും വലുതിന് ഒന്നുമില്ലല്ലോ അല്ലേ? എൻ്റെ അടുത്തൊരു ഉപ്പ വന്നിരുന്നു കുറച്ച് മുമ്പ്. എന്താ ഉപ്പ വന്ന് ഭയങ്കര കരഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടു കൂടി പറഞ്ഞെന്താ അറിയോ? മകനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയ സമയത്ത് നിങ്ങളാണ് എൻ്റെ മകനെ കേട് വരുത്തിയെന്നിട്ട് പറഞ്ഞു പോയതിൽ കയ്യിലുണ്ടായിരുന്ന കള്ളെടുത്തിട്ട് സ്വന്തം ഉപ്പൻ്റെ മുഖത്തേക്ക് മകൻ്റെ സുഹൃത്തുക്കൾ ഒഴിക്കുന്ന സമയത്തുള്ളൊരു നെഞ്ഞത്തെ വേദന നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, എൻ്റെ സമയം കഴിഞ്ഞു. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന രക്ഷിതാവായിട്ട് നമ്മുടെ മക്കളെ മനസ്സറിഞ്ഞിട്ട് സഞ്ചരിക്കുന്ന ഒരു രക്ഷിതാവായി മാറുക എന്താണ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞത്. അതിനനുസരിച്ചിട്ട് നീങ്ങിയേ പറ്റും. നമ്മൾ പഴയ കാലമല്ല, ഇപ്പോഴും നമ്മൾ പഴയ കാലത്ത് ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല. അടിച്ചിട്ട് ഒരു ആൾ നന്നാവില്ല കേട്ടോ. നിങ്ങൾ കുട്ടികളെ കുറേ അടിച്ചുകൊണ്ടൊന്നും കാര്യമല്ല. അത് തിരിച്ച് കിട്ടാനുള്ളതാണ് നിങ്ങൾ ഉറപ്പിച്ചോണ്ട്. തിരിച്ചു കിട്ടുന്ന ഉറപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് തിരിച്ചു കിട്ടുന്നുള്ള ഉറപ്പിച്ചോളി. ആട്ട് കൊടുത്തൊക്കെ ഇങ്ങോട്ട് കിട്ടും. അതാ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. ഇപ്പം അവർക്ക് ആവതില്ല, നിങ്ങൾക്ക് ആവതുണ്ട്. നിങ്ങൾക്ക് ആവതില്ലാത്ത കാലം വരുന്ന സമയത്ത് അവർ ആരോഗ്യം വെച്ചിട്ട് തിരിച്ചു കിട്ടും. എൻ്റെ കുട്ടി പഠിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചിട്ട്, അവരുടെ സിലബസിനെ കുറിച്ചിട്ട്, അവരുടെ സ്കൂളിനെ കുറിച്ചിട്ട് ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡ് പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ പഠനത്തിൽ പിറകോട്ട് വരാൻ സാധ്യത കൂടുതലാണ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി ഒരു നല്ല രക്ഷിതാവാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൂടി തൽക്കാലം ഞാൻ വിട വാങ്ങും.